തൃശൂർ പൂരം കലക്കലടക്കമുള്ള ഗുരുതര വിഷയങ്ങളിൽ ആരോപണം നേരിടുന്ന എം.ആർ. അജിത് കുമാറിനെ DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകാനുള്ള ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചു. വിജിലൻസ് അന്വേഷണം നേരിടുന്നത് സ്ഥാനക്കയറ്റത്തിന് തടസ്സമല്ലെന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശയാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചത്. എം.ആർ. അജിത് കുമാറിനൊപ്പം സുരേഷ് രാജ് പുരോഹിതിനെയും DGP റാങ്കിലേക്ക് ഉയർത്തും. സംഘപരിവാറിനെ പല്ലും നഖവും ഉപയോഗിച്ച് നേരിടുമെന്ന് പറയുന്ന LDF സർക്കാർ. ആ സർക്കാരിന്റെ കാലത്ത് പോലീസ് തലപ്പത്തുള്ളതിൽ ഏറ്റവും പ്രധാനികളിൽ ഒരാൾ RSS നേതാക്കളെ കണ്ടതാണ് കുറച്ചു കാലം മുമ്പ് കേരളം ചർച്ച ചെയ്തത്. ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന ADGP എം.ആർ. അജിത് കുമാർ തൃശൂരും തിരുവനന്തപുരത്തും വെച്ച് RSSന്റെ 2 പ്രധാനികളെ കണ്ട സംഭവം. CPI ഇടഞ്ഞതോടെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് എം.ആർ. അജിത് കുമാറിനെ മുഖ്യമന്ത്രിക്ക് മാറ്റേണ്ടി വന്നു. ഇടതുപക്ഷ സർക്കാരിന് നയത്തിൽ നിന്ന് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടും സ്ഥാനമാറ്റം മാത്രമായിരുന്നു നടപടി. DGP റാങ്കിലേക്കുള്ള ഉയർച്ച ആഗ്രഹിച്ചാണ് അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതെന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. IPS റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ സ്ഥാനക്കയറ്റ കാര്യം പരിശോധിക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി അജിത് കുമാർ അടക്കമുള്ളവരുടെ റാങ്ക് ഉയർത്താൻ ശുപാർശ ചെയ്തു. വിവിധ പേരുകളുടെ കൂട്ടത്തിൽ അജിത് കുമാർ ഉണ്ടായിട്ടും മന്ത്രിസഭായോഗം അതിനകത്ത് തിരുത്തൽ വരുത്തിയില്ല. അതേപടി അംഗീകരിച്ചു. വിജിലൻസ് അന്വേഷണമടക്കം നടക്കുന്നത് തടസ്സമല്ലെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. അതിന്റെ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ടല്ലോ, ആ മാനദണ്ഡങ്ങൾ പരിശോധിച്ചിട്ടാണ് ഒരു കമ്മിറ്റി നൽകുക. ഞങ്ങൾ പരിശോധിക്കുമ്പോൾ അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ആരോടെങ്കിലും പ്രത്യേക താല്പര്യമോ ആരോടെങ്കിലും വിവേചനമോ കാണിക്കില്ല. കമ്മിറ്റി മാനദണ്ഡങ്ങൾ അനുസരിച്ച് പരിശോധിച്ച് വരുമ്പോൾ അത് വിലയിരുത്തിയിട്ട് തീരുമാനമെടുക്കും, അത്രേ ഉള്ളൂ. അജിത് കുമാറുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ തീരുമാനം രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആരാണ് ADGP അജിത് കുമാറിന്റെ പിന്നിലുള്ളത് ആരാണെന്ന് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. ADGP അജിത് കുമാറിനെതിരെ DGP അന്വേഷിക്കുമെന്ന് പറഞ്ഞു. ഇനി എന്ത് DGP അന്വേഷിക്കാൻ? അജിത് കുമാറിന് ഈക്വൽ റാങ്ക് കിട്ടുകയാണ്. DGP റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു DGP ലോ ആൻഡ് ഓർഡർ എന്ത് അന്വേഷിക്കാനാണ്? അദ്ദേഹത്തിന്റെ പേരിലുള്ള നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആരന്വേഷിക്കാനാണ്? അപ്പോൾ അജിത് കുമാറിനെ ആര് സംരക്ഷിക്കുന്നു എന്നുള്ളത് ഇന്നത്തെ മന്ത്രിസഭാ തീരുമാനം കൊണ്ട് തന്നെ വ്യക്തമായിരിക്കുകയാണ്. മുഖ്യമന്ത്രി RSSന് വഴങ്ങിയതുകൊണ്ടാണ് അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകാനുള്ള ശുപാർശ അംഗീകരിച്ചതെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ വിമർശിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം.